കഴിഞ്ഞ ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് പോയത് സൗത്ത് കൊറിയ 4 കൺവെൻഷൻ ബൈബിൾ പ്രോഗ്രാം, ഭയങ്കര പരിപാടി. അവിടുത്തെ 4 ഡൈസിസുകൾ ക്രമീകരിച്ചത്. ഡൈസിസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാം ഇൻവിറ്റേഷനും മനോഹരമായിട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുമായിട്ട് അവിടുത്തെ പാരൻസൊക്കെ വന്ന് വചനം കേൾക്കാം. കൊറിയൻസിന് ഇംഗ്ലീഷ് അറിയത്തില്ല, 0 ഇംഗ്ലീഷ്. അപ്പോൾ അവരോട് എനിക്ക് നോർത്ത് ഇന്ത്യൻ ആയൊരു അച്ഛൻ എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി. അച്ഛൻ അവിടെയുള്ള അച്ഛന് 10-20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. നല്ല ഫ്ലുവൻ്റ് ആണ് കൊറിയൻ ഭാഷയിൽ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എനിക്ക് ട്രാൻസ്ലേഷൻ തരും, ഞാൻ വചനം കൊടുത്തേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവർ പറയും, എന്നെ ഇഷ്ടമതിയുള്ള കുട്ടികളറിയോ, അവർ ഈശോയെ സ്നേഹിച്ച് മരിക്കാൻ വേണ്ടി. അവരെന്നോട് പറയുകയാണ്, വെച്ചാൽ ഞങ്ങളുടെ ഈ സൗത്ത് കൊറിയ എന്ന ചെറിയ രാജ്യം, പക്ഷെ ഇന്നത്തെ ലോകത്തിലെ ഫസ്റ്റ് വേൾഡിൽ നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ്. ഏറ്റവും ക്വാളിറ്റി എല്ലാത്തിലും അത്രയും വളർന്നൊരു രാജ്യം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും അവരുടെ IT ഫീൽഡിനാണെങ്കിലും ഏത് ഫീൽഡ് എടുത്താലും ടോപ്പസ്റ്റ്. അപ്പം അവർ പറയുന്നൊരു കാര്യം ഇതാണ്. അവരോട് അച്ഛാ 200 വർഷമായുള്ളൂ ഞങ്ങളുടെ രാജ്യത്ത് സുവിശേഷം പ്രഘോഷണം ഉണ്ടായിട്ട്. പക്ഷേ 200 വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങളിൽ 150 പേരോളം ഈ സഭയിൽ നിന്ന് വിശുദ്ധരായിട്ട് സഭയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ പള്ളിയിൽ ചെന്ന് എന്തോ ഒരു ക്ലീൻ ലൈഫ് അറിയാം, എത്ര ക്ലീൻ അറിയാം. മക്കളെ, അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, നമുക്ക് വിശുദ്ധരാകണം, വേറൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്.